DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങുന്ന കർഷകരെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത്. PM കിസാന്റെ 23ാം ഗഡു വിതരണമാണ് ജൂൺ മാസത്തിൽ നടക്കുവാൻ പോകുന്നത്. തടസ്സമില്ലാതെ അടുത്ത ഗഡു ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾ ചില കാര്യങ്ങൾ ഇത്തവണ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. രാജ്യത്തെ കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. നിലവിൽ 22 ഗഡുക്കളിലൂടെ 44,000 രൂപയാണ് കർഷകർക്ക് പദ്ധതിയിലൂടെ ലഭിച്ചിരിക്കുന്നത്. ഇനി 23ാം ഗഡുവിന്റെ വിതരണമാണ് നടക്കാനുള്ളത്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ എന്നീ 4 മാസങ്ങളിലെ ഗഡുത്തുകയായ 2,000 രൂപയുടെ വിതരണമാണ് ആരംഭിക്കുവാൻ പോകുന്നത്. മൺസൂൺ ആരംഭിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഗഡു വിതരണ കാലാവധിയുടെ 3ാം മാസമായ ജൂൺ മാസത്തിൽ PM കിസാന്റെ 2,000 രൂപയുടെ വിതരണം നടക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. PM കിസാന്റെ 23ാം ഗഡുത്തുക നിങ്ങളുടെ അക്കൗണ്ടിൽ തടസ്സമില്ലാതെ കൃത്യമായി ലഭിക്കുന്നതിന് പ്രധാനമായും 3 കാര്യങ്ങളാണ് കർഷകർ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമതായി, ഇത്തവണ കർഷക ID എടുത്തിരിക്കേണ്ടതാണ്. കേന്ദ്ര സർക്കാരിന്റെ അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ പേര് ചേർത്ത് കർഷക ID എടുക്കണമെന്ന് മുൻപും ആവശ്യപ്പെട്ടിരുന്നു. എങ്കിലും ഇത്തവണ മെയ് മാസത്തിൽ തന്നെ അക്കാര്യം പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം കൃഷി വകുപ്പിൽ നിന്ന് എത്തിയിട്ടുണ്ട്. ഒട്ടേറെ കർഷകർ നിലവിൽ കർഷക ID എടുത്തു കഴിഞ്ഞു. ഇനിയും എടുക്കാനുള്ളവർ എത്രയും വേഗം അത് പൂർത്തിയാക്കുക. നേരത്തെ കൃഷിഭവനിലൂടെ മാത്രമാണ് രജിസ്ട്രേഷൻ സാധിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അക്ഷയ, CSC കേന്ദ്രങ്ങളിലൂടെയും കർഷക ID എടുക്കാവുന്നതാണ്. കരമടച്ച രസീതും ആധാർ കാർഡുമാണ് ഇതിന് പ്രധാനമായും വേണ്ടത്. അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ പേര് ചേർത്ത് കർഷക ID ലഭിക്കാത്തവർക്ക് ഇനി മുതലുള്ള കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം തടസ്സപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. അടുത്തത്, ഗുണഭോക്താക്കളിൽ ചിലർക്ക് വീണ്ടും EKYC പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ളവർ അടുത്ത ഗഡുവിന്റെ വിതരണത്തിന് മുൻപ് അവരുടെ ബയോമെട്രിക് EKYC പൂർത്തിയാക്കേണ്ടതുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ ബയോമെട്രിക് EKYC ചെയ്യാം. കൃഷി മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം അർഹരല്ലാത്തവരെ ഒഴിവാക്കുന്നതിനായി ചില അക്കൗണ്ടുകൾ താൽക്കാലികമായി തടഞ്ഞുവച്ചിട്ടുണ്ട്. 1/2/2019 ശേഷം ഭൂമി കൈമാറ്റം വഴി ഉടമസ്ഥാവകാശം നേടിയവർ, അതുപോലെ ഒരേ കുടുംബത്തിൽ നിന്ന് ഒന്നിലധികം പേർ, ഉദാഹരണത്തിന് ഭർത്താവും ഭാര്യയും ആനുകൂല്യം കൈപ്പറ്റുന്നവർ എന്നിവരുടെ ഗഡുത്തുക വെരിഫിക്കേഷൻ പൂർത്തിയാകുന്നതുവരെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കർഷകർ PM കിസാൻ പോർട്ടലിൽ തങ്ങളുടെ സ്റ്റാറ്റസ് നോ യുവർ സ്റ്റാറ്റസ് വഴി പരിശോധിച്ച് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. കർഷകരുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും കേന്ദ്രവിഹിതം നേരിട്ടെത്തുന്നതിനായി ബാങ്കിൽ DBT അനുമതി ലഭ്യമാക്കിയിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തണം. ഒന്നിലധികം അക്കൗണ്ടുള്ളവരുടെ ഏറ്റവും അവസാനം DBT എനേബിൾഡ് ആയ അക്കൗണ്ടിലേക്കായിരിക്കും 23ാം ഗഡുത്തുക എത്തുക. ഇതോടൊപ്പം തന്നെ കർഷകർ തങ്ങളുടെ ഭൂമി സംബന്ധമായ രേഖകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുന്ന ലാൻഡ് സീഡിംഗ് പ്രക്രിയയും പൂർത്തിയാക്കേണ്ടതാണ്. വില്ലേജ് ഓഫീസുകൾ വഴിയോ കൃഷിഭവൻ വഴിയോ കർഷകരുടെ കൃഷിഭൂമിയുടെ വിവരങ്ങൾ പോർട്ടലിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ തുക തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ PM കിസാൻ പോർട്ടലായ pmkisan.gov.in നിങ്ങളുടെ ബെനഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിച്ച് EKYC, ആധാർ, ബാങ്ക് സീഡിംഗ്, ലാൻഡ് സീഡിംഗ് എന്നിവയെല്ലാം യെസ് എന്ന് തന്നെയാണോ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. ഇതിലേതെങ്കിലും നോ ആണെങ്കിൽ എത്രയും വേഗം ബന്ധപ്പെട്ട അധികാരികളെ സമീപിച്ച് തിരുത്തലുകൾ വരുത്തേണ്ടതാണ്. നിലവിൽ 23ാം ഗഡുവിന് അർഹരായ ഗുണഭോക്താക്കളുടെ പുതുക്കിയ ബെനഫിഷ്യറി ലിസ്റ്റ് PM കിസാൻ പോർട്ടലിൽ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. കർഷകർക്ക് വെബ്സൈറ്റിലെ ബെനഫിഷ്യറി ലിസ്റ്റ് എന്ന ഓപ്ഷൻ വഴി തങ്ങളുടെ സംസ്ഥാനം, ജില്ല, ബ്ലോക്ക്, വില്ലേജ് എന്നിവ നൽകി ഈ പട്ടികയിൽ പേരുണ്ടോ എന്ന് മുൻകൂട്ടി പരിശോധിക്കാവുന്നതാണ്. കൂടാതെ മുൻപ് അപേക്ഷ നൽകിയിട്ടും തുക ലഭിക്കാത്തവരോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങളാൽ മുൻഗഡുക്കൾ മുടങ്ങിയവരോ ആയ കർഷകർക്ക് തങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ഒരുക്കിയിട്ടുള്ള PM കിസാൻ ഹെൽപ്പ് ഡെസ്ക് വഴിയോ കൃഷിഭവൻ വഴിയോ ബന്ധപ്പെട്ട് വരാനിരിക്കുന്ന ജൂൺ മാസത്തെ വിതരണത്തിന് മുൻപായി അപേക്ഷകൾ പുതുക്കി സമർപ്പിക്കുവാൻ സാധിക്കും. PM കിസാന്റെ 23ാം ഗഡു വിതരണം വരുന്ന മാസത്തിൽ നടക്കുമെന്ന സൂചനകളൊക്കെ എത്തുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബാക്കിയുള്ള കർഷകർ അത് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക. അല്ലാത്തപക്ഷം നിങ്ങളുടെ തുക മുടങ്ങുവാൻ സാധ്യതയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.